നിശബ്ദരായി ഒന്ന് മനസ്സുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളൊന്ന് കാതൂർപ്പിച്ചൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, കൂടുതൽ ശബ്ദങ്ങളും നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങും അല്ലേ? ഇത് തന്നെയാണ് നമ്മൾ കാണാതെ കിടക്കുന്ന നോയ്സസ്. പവർ കൂടുതൽ എവിടെയാ? കൂടുതൽ സംസാരിക്കുന്നവരിലാണ് പവർ, അതോ കുറച്ച് സംസാരിക്കുന്ന, പോസ് ചെയ്ത് നിൽക്കുന്ന, മൗനിയായി നിൽക്കുന്നവർത്താണ് പവർ? ഫോട്ടോഗ്രാഫി അതിമാരകമാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗിനേക്കാളും വലിയ കില്ലർ ഡ്രഗാണെന്നേ. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ എന്താണ് സാർ ചെയ്യുക, അച്ഛന് 82 വയസ്സ് 83 വയസ്സായി, അച്ഛൻ ഇപ്പോഴും മാസ്റ്റർബേഷൻ ചെയ്തുകൊണ്ടിരിക്കും. 85-ാമത്തെ വയസ്സിൽ ശരീരത്തിന് ഓജസ്സുള്ള ഒരാൾക്കല്ല അതിന് തോന്നാൻ പറ്റുള്ളൂ. അപ്പൊ ആ കുട്ടി അത് പറഞ്ഞു, ശരിയാണ്, അയ്യോ സത്യമാണല്ലോ. അതായത് നമ്മൾ ജീവിതത്തില് ചെയ്യുന്ന 100% കാര്യങ്ങളിലെ 80% കാര്യങ്ങളും നമ്മൾ നേരിട്ട് ചെയ്യേണ്ടാത്തവയാണ്. 6ാം ഇന്ദ്രിയം നിങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഈ വരുന്നവൻ കൃത്യമാണ്, ഇന്ന ആളാണ് വരുന്നത്, അയാളുടെ ശാരീരിക ചലനങ്ങൾ, അയാളുടെ ശരീരം കാണിക്കുന്ന ചോർച്ചകൾ, ഉള്ളിൽ വിചാരിക്കുന്ന വിചാരങ്ങൾ എല്ലാം നിങ്ങൾക്ക് സിഗ്നലിലൂടെ കാണിച്ചു തരും. കൺപോലെ അതിന്റെ ചലനത്തിന്റെ വേഗത വെച്ച് പോലും നിങ്ങൾക്ക് അത് ജഡ്ജ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഈ ടോയ്ലറ്റിലൊക്കെ കയറിയിരിക്കുന്ന, അവര് എന്താണ് നീ കയറാത്ത, എത്ര നേരമായി കുളിക്കാൻ കയറിയിട്ട് ഇറങ്ങാത്തത് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇത് തുറക്കാൻ ശ്രമിക്കാറുണ്ടോ? കയറിയ അപ്പം വാതിൽ കുറ്റിയിടും. മുറിയിൽ കയറിയാൽ അപ്പം വാതിൽ കുറ്റിയിടുന്നേ. നമ്മളൊക്കെ കുറ്റിയിട്ടാണ് ഇരുന്നിരുന്ന്. അതൊക്കെ കേൾക്കുന്ന പ്രേക്ഷകർ എങ്ങനെ ധരിക്കുമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഇതിലൊരു വലിയ ഇൻഫർമേഷൻ കിട്ടിയ ഒരു കാര്യമാണ്. അമ്മ ചേട്ടനെ വഴക്ക് പറയുക, വീട്ടിൽ പൂജാമുറിയിൽ ഭാഗവതം, രാമായണം ഒക്കെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു ബുക്ക് കൂടി ഇരിക്കുന്നു. ഇത് ഈ വാത്സ്യായന്റെ കാമസൂത്രമാണ്. അപ്പൊ അമ്മ എത്ര വയസ്സുണ്ട്? ഇത് എനിക്ക് തോന്നുന്നു ചേട്ടന് 14-15 വയസ്സുള്ള സമയം. അല്ല, ഇത് ഇതിന്റെ മറുപടി കേട്ടാൽ എന്റെ ചേട്ടന്റെ റേഞ്ച് കേട്ടോണം. അതായത് വെൽക്കം ടു ABC Talks. Today's episode is powered by Visart Group of Institutions, Kochi. റോബിൻജി നമസ്കാരം. നമസ്കാരം. വീണ, ഞാൻ എപ്പോഴും റോബിൻ ചേട്ടനുമായിട്ട് കാണുമ്പോഴും ഒക്കെ ചില വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിൽ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം സിഗ്നൽസ് ആൻഡ് നോയ്സസിനെ പറ്റി റോബിൻ ചേട്ടൻ പറഞ്ഞു. പറയാറുള്ളൊരു കാര്യം. അതായത് ഇപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, പ്രേക്ഷകർ കേൾക്കുമ്പോൾ ഈ റേഡിയോയ്ക്കുള്ള സിഗ്നൽ, ടി വിക്കുള്ള സിഗ്നൽ എന്നുള്ള രീതിയിലൊരു ചിന്ത പെട്ടെന്ന് വന്നേക്കാം. ഞാൻ പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയുന്നതല്ല, എന്നെപ്പോലുള്ള സാധാരണക്കാരനെ ഉദ്ദേശിച്ച് മാത്രം പറയുന്നത്. മനുഷ്യർക്ക് ലഭിക്കുന്ന, നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന സിഗ്നൽസ്, അതാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പലതരം സിഗ്നൽസ് ഉണ്ട്. സ്പിരിച്വൽ സിഗ്നൽസ് ഉണ്ട്, ജീവിക്കാൻ വേണ്ടുന്ന മെറ്റീരിയൽ സിഗ്നൽസ് ഉണ്ട്. ഇത് ഭയങ്കര രസകരമായിട്ട് റോബിൻ ചേട്ടൻ ഒരിക്കലും എൻ്റെ അടുത്ത് സംസാരിച്ചു. നോയ്സസ് ആൻഡ് സിഗ്നൽസ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. ഇത് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് പൊതുവെ ഈ കാര്യം പറയാറുള്ളത് ടെക്നിക്കലി. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് സാമൂഹിക ജീവിതത്തിലേക്ക് വന്നാൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശാലമാവും കുറേ കൂടി. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സിഗ്നൽസും നോയ്സസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സിഗ്നൽ എന്ന് പറയുന്നത് നമുക്കൊരു സന്ദേശം ഒരാൾക്ക് അയക്കണം. അപ്പൊ അതിനകത്തൊരു ക്ലാരിറ്റിയുള്ള, വ്യക്തതയുള്ള, കാമ്പുള്ള ഒരു സന്ദേശമായിരിക്കണം. അതിനാണ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അതിന് തടസ്സപ്പെടുത്തുന്നതൊക്കെ നോയ്സസ് ആണ്. അപ്പൊ ഉദാഹരണത്തിന് അമിതമായ സംസാരം, പിന്നെ ഇന്ററാക്ഷൻസ്, ഡിസ്ട്രക്റ്റീവ് മോഡിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ രീതിയിലുള്ള ഇടപെടലുകൾ, അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകൾ, ഇതൊക്കെ ഈ നോയ്സസ് ആണ്. പക്ഷെ നമുക്കിപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ, ഇപ്പൊ ജികെയുടെയും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ എത്രത്തോളം നോയ്സസ് നിത്യജീവിതത്തിൽ കയറി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഓടി വരും, അല്ലേ? തീർച്ചയായിട്ടും. നമുക്കിതിനെ ഈ പാരറ്റോ പ്രിൻസിപ്പിള് ഒരു പാരാമീറ്റർ ആയിട്ട് നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് 80-20 പ്രിൻസിപ്പിൾസ് എടുത്താൽ 80-20 പ്രിൻസിപ്പിൾസ് എല്ലാറ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന 100% കാര്യങ്ങളിലെ 80% കാര്യങ്ങളും നമ്മൾ നേരിട്ട് ചെയ്യേണ്ടാത്തവയാണ്. നമ്മൾ നേരിട്ട് ഇപ്പോൾ കറണ്ട് ബില്ല് കൊണ്ട് അടയ്ക്കണം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ പോകണം, പച്ചക്കറി വാങ്ങാൻ പോകണം. ഇതൊക്കെ ഒരു ഗൃഹനാഥൻ നിലയ്ക്ക് ചിലപ്പോൾ ജികെക്ക് വളരെ ഉത്തരവാദിത്തമുള്ള വേറെ ജോലികളുണ്ടാവും. ആ ജോലികളൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി. ആ സമയം കൂടി ജികെയുടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള, സിഗ്നൽസ് ആയിട്ടുള്ള 20% കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വലുതാവും. മറ്റതിനു വേണ്ടി സമയം കളയാൻ പാടില്ല. അത് ചെയ്യേണ്ടതല്ല, അത് അങ്ങനെയല്ല. അത് നമുക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് അവരെ പരിശീലിപ്പിച്ചെടുക്കണ്ടേ. അങ്ങനെയാണല്ലോ നമ്മൾ മീൻ വാങ്ങാനും പച്ചക്കറി വാങ്ങാനും സാധനം വാങ്ങാനൊക്കെ കുട്ടികളെ കൂട്ടി പോകുന്നത്. അപ്പൊ ഇത് നോയ്സസ് എന്ന് പറയുന്ന 80% ഉണ്ട്. അപ്പൊ ആ 20%-ലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ആ 20%-ല് സിഗ്നൽസ് എന്ന് പറയുന്ന പച്ച വെളിച്ചമുണ്ടല്ലോ, ആ പച്ച വെളിച്ചത്തിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ആ പച്ച വെളിച്ചത്തിൻ്റെ അകത്ത് വേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം, മൂല്യമുണ്ടാവണം, അവന് നല്ല ബോധ്യമുണ്ട്.
നല്ല ക്ലിയർ ആണ് അവൻ പറയുന്നതെന്ന് പറയും അല്ലേ? ആ സിഗ്നൽസിൽ പെടുന്ന കാര്യമാണ്. ആ ക്ലാരിറ്റിയുടെ ഒപ്പം തന്നെ നല്ല മൂല്യം ഉണ്ടായിരിക്കണം. അതിനൊരു മൂല്യം എന്ന് പറഞ്ഞാൽ വാല്യൂ ഉണ്ടാവണം. വാല്യൂ ബേസ്ഡ് ആയിരിക്കണം. വാല്യൂ ബേസ്ഡ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും ആളുകൾക്ക് എടുക്കാൻ സാധ്യതയില്ല. അവൻ പറയുന്നതും രണ്ട് മോരും മുതിരയും പോലെ എന്ന് പണ്ട് നാട്ടുമ്പുറത്തൊക്കെ പറയും. രണ്ടും രണ്ടായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. വാല്യൂ വളരെ നിർബന്ധമാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സിഗ്നൽ വരിക. ഈ സാധനം ഉണ്ടാവില്ല, ഈ വാല്യൂ ഉണ്ടാവില്ല. ഈ സിഗ്നൽസും നോയ്സും നമുക്ക് ജീവിതത്തിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ SNR റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിജയമന്ത്രമുണ്ട്. SNR റേഷ്യോ എന്ന് പറഞ്ഞാൽ സിഗ്നൽസ്. ശരിയാ ചേട്ടൻ, ഇപ്പം അതിൻ്റെ ഒരു ടെക്നിക്കൽ ഗ്രാബിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കിയതൊന്ന് പറഞ്ഞോട്ടെ. ശരി. അതായത് നമുക്ക് കൃത്യമായ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്നൽസ് വേണം. പക്ഷേ ചുറ്റും നോയ്സാണ്. അതായത് ബഹളങ്ങൾക്കിടയിൽ നമുക്ക് കൃത്യമായ ഗൈഡൻസ് വേണം. കൃത്യമായ ഗൈഡൻസിനെ നമ്മൾ സിഗ്നൽസ് എന്ന് പറയാം. കൃത്യമായ ഗൈഡൻസിനെ നമുക്ക് സിഗ്നൽസ് എന്ന് പറയാം. ഒരു പച്ച വെളിച്ചം കണ്ടു, ഒരു പച്ച തുരുത്ത് കണ്ടു, ഒരു മരുപ്പച്ച കണ്ടു എന്ന് പറയാം. പക്ഷേ ഈ നോയ്സസ് ആണോ സിഗ്നൽസ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിലോ നമ്മൾ, അത് വലിയ പ്രശ്നമാണ്. അതെങ്ങനെ ഐഡന്റിഫൈ? അത് നമ്മളെ ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ ഫോക്കസ് ഉണ്ട്, നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എത്താൻ സഹായിക്കുന്നതൊക്കെ സിഗ്നൽസാണ്. തിരിച്ചറിയാനുള്ള എളുപ്പമാർഗമുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം. എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, ഈ ആഗ്രഹം ഞാൻ വീണയുടെ അടുത്ത് പറഞ്ഞാലും റോബിൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാലും ആരുടെ അടുത്ത് പറഞ്ഞാൽ നടക്കും എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാനിത് പറയേണ്ടത് റോബിൻ ചേട്ടൻ്റെ അടുത്താണ്. പക്ഷേ ഞാൻ ഇത് വീണയുടെ അടുത്ത് പറയാൻ തീരുമാനിക്കുക. അപ്പോൾ എൻ്റെ സെലക്ഷൻ നോയ്സാണ്. എൻ്റെ സെലക്ഷൻ അല്ലെങ്കിൽ എൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത് കൃത്യമാകുന്നത് ഞാൻ റോബിൻ ചേട്ടനെ സെലക്ഷൻ നോയ്സ് ആണെന്ന് നിങ്ങൾക്ക് എപ്പോഴും ബോധ്യപ്പെടുമ്പോഴല്ലേ ആവുന്നുള്ളൂ. ഞാൻ പലപ്പോഴും സിഗ്നൽ ആയിരിക്കില്ല എൻ്റെ സെലക്ഷൻ. ഞാൻ നോയ്സ് സെലക്ട് ചെയ്ത് ഞാൻ വീണയുടെ പോകും. അതെ, അത് ബോധ്യപ്പെടുമ്പോഴാണ് നോയ്സ് ആണെന്ന് തിരിച്ചറിയുന്നത്. അല്ല, അതപ്പോൾ കുറെ തവണ ചെയ്തേ അത് തിരിച്ചറിയുള്ളൂ. അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചറിയുന്ന സമയത്താണ് പിന്നെ നമ്മുടെ ശ്രദ്ധ ഫോക്കസ് ഷിഫ്റ്റ് ആവുള്ളൂ. അപ്പോഴാണ് നമ്മൾ സിഗ്നൽസിലേക്ക് അടുത്ത ആളുകളിലേക്ക് പോവുള്ളൂ. അതുവരെ നമ്മളിത് സിഗ്നലായിട്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. അത് അനുഭവം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ, മറ്റൊരു വഴിയില്ല. ഇവിടെയാണ് മെന്റർഷിപ്പിന് വലിയൊരു പ്രാധാന്യം, മെന്ററിങ്ങിന് വലിയൊരു പ്രാധാന്യമുള്ളൂ. നല്ല കൃത്യമായി ഇത് അളക്കാൻ അറിയാവുന്ന മെന്റർമാരുണ്ടാവുമല്ലോ. അവർക്കിത് നന്നായിട്ട് നിങ്ങളെ അത് സിഗ്നലാണോ നോയ്സസ് ആണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്, അതാണ് ഈ ബന്ധങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കളാം. ഇത് ചിന്തിക്കുമ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. ഇപ്പൊ എൻ്റെ വണ്ടിയിൽ ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെൻസേഴ്സിൽ എനിക്ക് ടയറിൻ്റെ കാറ്റ് കുറഞ്ഞാൽ സെൻസർ തരും, വണ്ടിയുടെ ബോണറ്റ് അടഞ്ഞില്ലെങ്കിൽ സെൻസർ തരും, ഡോർ അടഞ്ഞില്ലെങ്കിൽ സെൻസർ തരും, എവിടെ ഓയിൽ കുറഞ്ഞാൽ സെൻസർ വരും. ഇതൊരു മെഷീൻ ആവുമ്പോൾ ഇതിന് കൃത്യമായ സിഗ്നൽസ് കിട്ടുന്നതുകൊണ്ടാണല്ലോ ഇത് സെൻസർ ആവുന്നത്. അപ്പോൾ ഒരു മെഷീന് കൃത്യമായി സിഗ്നൽസ് കൊടുക്കാനും വാങ്ങാനും അറിയാമെങ്കിൽ ഈ മെഷീൻ ഉണ്ടാക്കുന്ന അതിനേക്കാൾ പ്രാപ്തരായ മനുഷ്യർക്ക് ഈ സിഗ്നൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താ സംശയം? അതായത് കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കഴിയുന്നതാണല്ലോ. നമ്മുടെ ശരീരത്തെക്കാൾ മികച്ച മെഷീൻ എന്താണോ ഉള്ളത്? പഞ്ചേന്ദ്രിയങ്ങൾ നൽകുന്ന സിഗ്നൽസ് തരുന്നുണ്ടല്ലോ. അത് കാണാൻ പറ്റുന്നില്ല. അല്ല, അതെന്താ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ കയോട്ടിക് ആയിട്ടുള്ള ഇതിനകത്ത് കിടന്ന് ചുറ്റിക്കറങ്ങുകയാണ്. അപ്പൊ അത് കേൾക്കാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ നമ്മുടെ ബോഡിയാണ്. ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ നമ്മുടെ ബോഡിയാണ്. അപ്പൊ കേൾവി വലിയൊരു പ്രശ്നമാണ്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. മെഷീനുകളിൽ ഒരു സ്കൂളിന്റെ ഇടിഞ്ഞുപോയി. ഇടിഞ്ഞിട്ട് ഈ ചുഴലിക്കാറ്റ് വന്നിട്ടാണ് തകർന്നു പോയത്. അച്ഛൻ എപ്പോഴും മകളോട് പറയും, എപ്പോഴെങ്കിലും നീ അപകടത്തിൽപ്പെട്ടാൽ നിന്നെ രക്ഷപ്പെടുത്താൻ എൻ്റെ ശബ്ദം, എൻ്റെ വിളി വരും. ഈ കെട്ടിടത്തിന്റെ ഏറ്റവും അടിയിൽ രക്ഷാപ്രവർത്തകരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? 2 കുട്ടികളെ മാത്രം കാണുന്നില്ല. മരിച്ചു പോയിട്ടുണ്ടാവും ഒരു പക്ഷേ. അപ്പൊ അതിനുവേണ്ടി തേടിക്കൊണ്ടിരിക്കുക അവര്. അപ്പൊ ആ അച്ഛൻ പറഞ്ഞു, എൻ്റെ വിളി, എൻ്റെ ശബ്ദം കേൾക്കാതെ അവൾ ഒരിക്കലും അവൾ എൻ്റെ ശബ്ദത്തിന് വേണ്ടി നോക്കി എവിടെയോ ഉണ്ട് എന്നുവെച്ചാൽ ജീവനുണ്ടെന്നാണ്. അത് നേരെ അകത്ത് അടിയിൽ എന്താ സംഭവിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെട്ടമില്ല, ഒരിത്തിരി സ്പേസിൽ ശ്വാസത്തിന് വേണ്ടി, അവസാന ശ്വാസത്തിന് വേണ്ടി കേടുകൊണ്ടിരിക്കുമ്പോഴും ആ കുട്ടിയുടെ ആ മകള്, അവളെ കൂട്ടുകാരിയുണ്ട്, അവളിങ്ങനെ ഏകദേശം ബോധം നശിക്കുന്ന അവസ്ഥയിലാണ്. കയ്യിലുള്ള വാട്ടർ ബോട്ടിലിന്റെ അവസാന തുള്ളി വെള്ളവും അവൾക്ക് കൊടുത്തുകൊണ്ടാണ് ഇവൾ പിടിച്ചു നിൽക്കുന്നത്. എൻ്റെ അച്ഛൻ, എൻ്റെ പപ്പ എന്നെ വിളിക്കാൻ വരും, പപ്പ എന്നെ രക്ഷപ്പെടുത്താൻ വരും എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു ഇപ്പൊ മനസ്സിലായോ സിഗ്നൽ എന്താണെന്ന് മനസ്സിലായോ? ആ അച്ഛന്റെ വിളി കേട്ടു. അവസാനം രക്ഷാപ്രവർത്തകരുടെ വിളി കേട്ടിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ഒരു കഥ ഞാൻ വായിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഇത് കൃത്യമായി സെൻസ് ചെയ്യാൻ പറ്റണം. സെൻസ് ചെയ്യാൻ പറ്റുന്ന അതിന് പ്രാക്ടീസ് ആവശ്യം. ഇത് കുറച്ച് ഒരു പൊടിക്ക് സ്പിരിച്വൽ ആണ് ഇതല്ലേ?
സ്പിരിച്വലാണ്, പ്രാക്ടീസ് ആവശ്യം. അല്ല, നമുക്കൊരു നോയ്സ് ആയിട്ട് വരുമ്പോഴേ നമ്മളത് ബാഡ് ആയിട്ടാണ് അഫക്ട് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ബോഡി തന്നെ അല്ലെങ്കിൽ മൈൻഡ് തന്നെ സൂചനകൾ തരും, Irritation, ഒരു നമുക്കൊരു ബാഡ് സിഗ്നൽസ് തരും. വൈബ്. അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാണാൻ കഴിയാത്ത നമ്മൾ അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ ഈ ഓഫ് ട്രാക്കിൽ നമ്മൾ സംസാരിച്ചൊരു കാര്യമുണ്ടല്ലോ, ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോടതി മുറികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ലേ. അപ്പൊ അത്തരം വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങൾ നമ്മളെപ്പോഴും അതിനകത്തൊരു ആകെ ഒരു പരിവേഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനൊരു മതിൽ കെട്ടി ഉയർത്തിയിരിക്കുക. നമുക്കത് കാണാൻ കഴിയുന്നില്ല. അതിന് കാണാൻ കഴിയില്ല. സെല്ലുലാർ മെമ്മറിയിൽ പോലും വന്ന് മൂടിക്കിടക്കുക, മഞ്ഞ് മൂടുന്ന പോലെ. മഞ്ഞിൽ അവ്യക്തതയില്ലാത്ത ഒരു ക്യാമറ പടമെടുക്കുന്ന പോലെ അത്. അല്ല, അപ്പം ഞാൻ വീണ്ടും ഇതിപ്പം ഇച്ചിരി ഒന്ന് ഓഫ് ട്രാക്കിൽ പോവാണ്. അപ്പോൾ ഈ നമ്മളുടെ സ്വഭാവത്തിലെയും പ്രവൃത്തിയിലെയും ശുദ്ധി, അതായത് നമ്മളെ തന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതികളൊക്കെ തന്നെ നമ്മളുടെ ഈ സിഗ്നലിന് മിസ്സിങ്ങിന് കാരണമാവും അല്ലേ? അതുകൊണ്ട് ഞാൻ മൂല്യത്തിന്റെ കാര്യം പറഞ്ഞു. അതായത് കള്ളം പറയുക, ആവശ്യമില്ലാതെ വാല്യൂസ്, തത്വാധിഷ്ഠിതമായ ജീവിതം, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന സാധനമൊന്നുമില്ല. മറ്റതൊക്കെ അതിന് കട്ട് ചെയ്യുന്നതിന്, ഗളച്ഛേദം ചെയ്യുന്നതിന് തുല്യമാണ്. അതിന് കഴുത്ത് കണ്ടിക്കുകയാണ്, അതിനെ ഇല്ലാതാക്കുകയാണ്, അതിന് ബ്ലേഡ് കൊണ്ട് മുറിക്കുകയാണ്, ഇല്ലാതാക്കി കളയാം. അപ്പൊ ഈ വാല്യൂ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ പഞ്ചേന്ദ്രിയങ്ങൾ ആ 5 സെൻസ് നന്നായി ഉണർന്ന് പ്രവർത്തിക്കും. അപ്പൊ നിങ്ങളെ ഇന്ദ്രിയ ബോധം, 6ാം ഇന്ദ്രിയം നിങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഈ വരുന്നവൻ കൃത്യമാണ്, ഇന്ന ആളാണ് വരുന്നത്, അയാളുടെ ശാരീരിക ചലനങ്ങൾ, അയാളുടെ ശരീരം കാണിക്കുന്ന ചോർച്ചകൾ, അയാളുടെ ഇന്ദ്രിയങ്ങള് ഉള്ളിൽ വിചാരിക്കുന്ന വിചാരങ്ങൾ എല്ലാം നിങ്ങൾക്ക് സിഗ്നലിലൂടെ കാണിച്ചു തരും. അവരുടെ മുഖത്ത് എക്സ്പ്രസ് ചെയ്യും. മുഖമല്ലേ വന്നടിയുന്ന തുറമുഖം എന്നല്ല മുഖത്തിന്റെ കാര്യം പറയുന്നത്. എല്ലാ വികാരങ്ങളും വന്നടിയുന്ന തുറമുഖം. കണ്ണിൽ കൃത്യമായി കണ്ണിന്റെ പിന്നെ കൺപോലെ ചലിക്കുന്നതിന്റെ അതിന്റെ ചലനത്തിന്റെ വേഗത വെച്ച് പോലും നിങ്ങൾക്ക് അത് ജഡ്ജ് ചെയ്യാൻ പറ്റും. സിഗ്നൽസിനെയും നോയ്സസിനെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. നോയ്സസ് എന്ന് പറയുന്നത് ശബ്ദം മാത്രമല്ലല്ലോ, വേണ്ടാത്തതൊക്കെ നോയ്സസ് അല്ലേ, നമ്മളെ തടസ്സപ്പെടുത്തുന്നതൊക്കെ അല്ലെ, ഡിസ്ട്രാക്ഷൻസ് എല്ലാം അതിൽ പെടും. അപ്പൊ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. അത് പരിശീലനം കൊണ്ട് മാത്രമേ പറ്റൂ. റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെയാണ്, കൃത്യമായിട്ട് ട്യൂണ്ടായി നമ്മൾ അതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് മാത്രം. ഞാൻ അതാണ് പാരറ്റോ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആ പ്രിൻസിപ്പിൾസിലേക്ക് പോവാം. റോംചേട്ടൻ അതിലേക്ക് കടക്കാൻ നേരത്തായിരുന്നു ഞാൻ ഈ സംശയത്തിലേക്ക് റോംചേട്ടനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ 80% കാര്യങ്ങൾ നമുക്ക് വേണ്ട 80% കാര്യങ്ങൾ നമുക്ക് നേരിട്ട് നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ ഞാനതിന് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു ഓഫീസിൽ അയാൾക്കൊരു ഓഫീസുണ്ട്, ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അയാൾ എപ്പോഴും ചില ആളുകൾ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഇടപെട്ടാലേ സംഗതി ശരിയാവുള്ളൂ. അവർ അനുവദിച്ചു കൊടുക്കും, ഓക്കെ നിങ്ങളത് ചെയ്തോളൂ, ഡു ഇറ്റ് എന്ന് പറയും, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഫൈനൽ വേർഡ് എപ്പോഴും അയാളുടെ ആയിരിക്കും. ഒരു ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞ് അയാൾ ചെയ്യുന്നത് സത്യത്തിൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. നമ്മൾ അതിനകത്തൊരു ട്രസ്റ്റോ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങളാണ്. അയാൾക്ക് ചെയ്യേണ്ട കാര്യം അല്ലത്. അയാൾ ചെയ്യേണ്ട 20% അപ്പുറത്തുണ്ട്. ആ 20% ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈഫിലുണ്ടാകുന്ന വളർച്ച വലിയ വളർച്ചയായിരിക്കും ഉണ്ടാവുക. അപ്പൊ മിക്കവാറും ആൾക്കാർ കുടുംബത്തിലേക്ക് വന്നാൽ സകലമാന പ്രശ്നത്തിലും പോയി ഇടപെടും, സകല കാര്യങ്ങളും ഇടപെടും. എല്ലാത്തിലും ആരോട് ചോദിച്ചിട്ടാണ് ചെയ്തത്, നീ എന്തിനാണ് ഇത് ചെയ്തത്, എന്നോട് ചോദിച്ചുകൂടായിരുന്നു, നീ നിസ്സാര കാര്യങ്ങളാണെന്നേ. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനോ വിലയ്ക്ക് വാങ്ങാനോ എവിടെയെങ്കിലും പോവാ, അല്ലെങ്കിൽ ആരെങ്കിലും കാണാനോ പച്ചക്കറി വാങ്ങാനോ, അല്ലെങ്കിൽ മറ്റേ നിസ്സാര കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പലപ്പോഴും ചെയ്യാറ്. അതിനിപ്പം ഒരു ഓഫീസിൽ പോയാൽ അങ്ങനെയാണ്, ഒരു ബിസിനസ്സുകാരൻ്റെ അടുത്തേക്ക് പോയാൽ അങ്ങനെയാണ്, ഒരു കുടുംബത്തിലേക്ക് പോയാൽ അങ്ങനെയാണ്. മൊത്തം സൊസൈറ്റിയിൽ ഈ ഒരു പരിപാടിയുണ്ട്. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ 20%-ത്തിലാണ്. ഈ 20% നിങ്ങളെ കൊണ്ട് മാത്രമേ നടക്കൂ. ജിക്ക ചെന്നാൽ മാത്രമേ 20% പരിപാടി നടക്കുള്ളൂ, വേറെ ഒരാൾക്കും നടക്കില്ല. അപ്പൊ നിങ്ങൾ സിസ്റ്റം തിങ്കറാണ്, നിങ്ങളൊരു സിസ്റ്റം തിങ്കറാണ്. നിങ്ങൾ തിങ്കിങ് വൈസ് ഒരു സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്തിരിക്കും ഈ 20%-നെ അടിസ്ഥാനപ്പെടുത്തി. അപ്പൊ ആ സിസ്റ്റം നോക്കിക്കോളും. നിങ്ങൾ ഇൻ ദ ബിസിനസ് അല്ല, ഓൺ ദ ബിസിനസ്. ഇതൊക്കെ നമുക്ക് പൊതുവെ നമുക്കൊക്കെ അറിയാം. സിസ്റ്റം തിങ്കിങ് അറിയാം, ഇൻ ദ ബിസിനസ് അറിയാം, ഓൺ ദ ബിസിനസ് അറിയാം. പക്ഷെ എന്നാ ഞാൻ ചെയ്താലേ ശരിയാവും. ഞാൻ നിന്നാലേ ഒക്കെ ശരിയാ, പക്ഷെ ഞാൻ ചെയ്യണം. ഞാൻ അങ്ങോട്ട് എത്തി. ആരും ചോദിച്ചിട്ടാണ് നീ ചെയ്തത്, ഇതെന്താണ് നീ ഇങ്ങനെ ചെയ്തത്, എന്നോട് ചോദിക്കണ്ടേ? അപ്പൊ സാറ് പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒന്നും കറക്റ്റായിട്ട് നടക്കില്ല. കാരണം അവർക്ക് ഉത്തരവാദിത്വമില്ല. അവര് സാറിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കും. അവസാനം സാറിന് ഫൈനൽ വേർഡ് പറയണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഗതിയുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്ലാരിറ്റി വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ, നിങ്ങളിപ്പം ഈ സ്റ്റുഡിയോയിൽ നമ്മളൊന്നും മിണ്ടാതിരുന്നാൽ, ഇപ്പോൾ ശബ്ദം നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളൊന്ന് നിശബ്ദരായി ഒന്ന് മനസ്സുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളൊന്ന് കാതൂർപ്പിച്ചൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, കൂടുതൽ ശബ്ദങ്ങളും നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങും അല്ലേ? ഇത് തന്നെയാണ് നമ്മൾ കാണാതെ കിടക്കുന്ന നോയ്സസ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വേണ്ടാത്തൊക്കെ നമുക്ക്
തെളിയാൻ തുടങ്ങും. പക്ഷെ ആ നോയ്സസിന് അവരൊന്നും പിഴച്ചിട്ടില്ല കേട്ടോ. അവർ തെറ്റുകാരൊന്നും അല്ല. തെറ്റുകാരൻ നമ്മളാണ്, അവരല്ല. നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ആരെയാണ് നമ്മൾ വിചാരിക്കണം. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, നോയ്സസ് സിനിമ, നമ്മളൊരു സിനിമ കാണുകയാണ്, സിഗ്നൽസും നോയ്സസും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ഒരു സിനിമ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള, നല്ല ഇമോഷണൽ ട്രാക്കുള്ള, ഗംഭീരമായ ഉയർച്ച താഴ്ചകളുള്ള ഒരു സിനിമ, അത് നല്ല സിഗ്നലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. എന്നാൽ ഉപകഥകളും ഡീവിയേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ പോയിട്ട് അവസാനം വെറുപ്പിച്ച് നാശമാക്കി കൊളമാക്കുന്നത് സിഗ്നൽസിന്റെ സിനിമയാണ്. മനസ്സിലായില്ല? ആശയങ്ങളുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ ഒരു സമൂഹത്തിൽ ഒരു ഓഫീസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊരു സൊസൈറ്റിയിലേക്ക് പോയാലും ഇത് തന്നെയുണ്ട്. ഒരു നേതാവിന്റെ കാര്യത്തിലും ഈ ഒരു സാധനമുണ്ട്. എവിടെ പോയാലും ഉണ്ട്. പവർ കൂടുതൽ എവിടെയാ? കൂടുതൽ സംസാരിക്കുന്നവരിലാണ് പവർ, അതോ കുറച്ച് സംസാരിക്കുന്ന, പോസ് ചെയ്ത് നിൽക്കുന്ന, മൗനിയായി നിൽക്കുന്നവർക്കാണ് പവർ? പറയേണ്ടടുത്ത് മാത്രം പറയുക, അർത്ഥഗർഭമായിട്ട് ഒരു നോട്ടം, ഒരു മൂളൽ വെക്കുന്നിടത്താണ് പവർ ഇരിക്കുന്നത്. ഇവിടെ തന്നെയാണ്, ഇത് തന്നെയാണ് സിഗ്നൽ എന്ന് പറയുന്നത്. വേണ്ടിടത്ത് മാത്രം അത് പ്രയോഗിക്കുക, വേണ്ടത് കൃത്യമായി തിരിച്ചറിയാൻ പറ്റുക. അത് നമുക്ക് പറ്റിയതല്ല എന്ന് മനസ്സുകൊണ്ട് വെച്ചിട്ട് ആൾക്കാരെ മാറ്റി നിർത്തണ്ട. വേണ്ടതും നമ്മളുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ടതും മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഈ US ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ 18 രാജ്യങ്ങളിലെ കുട്ടികളുണ്ട്. 18 രാജ്യങ്ങളിൽ 17 രാജ്യങ്ങളിൽ നമ്മളെ കൂട്ടണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ സിനിമ പ്രിവ്യൂ കാണുമ്പോൾ സിനിമയുടെ പ്രിവ്യൂസ് കണ്ടിട്ട് ഓരോരുത്തരും ഈ സിനിമയെ വിശകലനം ചെയ്ത് സംസാരിക്കും. അപ്പം നമുക്ക് ഇപ്പം മെക്സിക്കോയിൽ നിന്ന് വന്ന ആളുണ്ട്, ഇറ്റലിയിൽ നിന്ന് വന്ന ആളുണ്ട്, ജപ്പാനിൽ നിന്ന് വന്ന ആളുണ്ട്, ചൈനയിൽ നിന്ന് വന്ന ആളുണ്ട്, അമേരിക്കൻസ് തന്നെ ഉണ്ട്. നമ്മൾ ഈ ഓരോരുത്തരും ഈ സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം, നമുക്കൊരിക്കലും കാണാനോ ചിന്തിക്കാനോ പറ്റാത്ത ആംഗിളിൽ ഈ സിനിമ കാണാൻ പറ്റുന്നുണ്ട്. പെർസ്പെക്റ്റീവ്. അതായത് അവർക്ക് കിട്ടുന്ന സിഗ്നൽസ് അവരുമായി റിലേറ്റ് ചെയ്ത, അവർ ശ്രദ്ധിക്കുന്ന കാര്യം. ഞാൻ ഞെട്ടിപ്പോയ കാര്യമുണ്ട്. ഒരു സിനിമ നമ്മൾ കാണുന്ന തലത്തിലേ അല്ല, അതിലെ കഥാപാത്രങ്ങൾ അവരാണെന്നുള്ളതല്ലാതെ ഈ സാഹചര്യങ്ങളും ഈ സിറ്റുവേഷൻസും എല്ലാം ചില ഗ്ലോബൽ സിനിമകൾ ഒഴിച്ചാൽ അവരുടെ സിഗ്നൽസാണ് അവർക്ക് കിട്ടുന്നത്. അത് ഞെട്ടിപ്പോയ അതൊരു അനുഭവമാണ്. അത് കാഴ്ചപ്പാടിന്റെ പ്രശ്നം. നമ്മൾ വ്യക്തികളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ജിക്ക പറഞ്ഞ ഈ അളവുകൾ വെച്ച് വ്യക്തികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില ആളുകൾ നമ്മൾ വളരെ ചെറുപ്പം മുതലേ നമ്മളോടൊപ്പം, എൻ്റെ കുട്ടിക്കാലം മുതൽ അവനുണ്ട്. അപ്പം വീട്ടുകാരും ബന്ധുക്കളും മുഴുവൻ പറയടാ, നീ അവനെ കൊണ്ടടക്കരുത്, മഹാ കുഴപ്പമാണ് അവൻ, നിന്നെ പണ്ട് അവിടെ കൊണ്ടേ ചാടിച്ചിട്ടുണ്ട്, ഇവിടെ കൊണ്ടേ ചാടിച്ചിട്ടുണ്ട്. നമുക്ക് പക്ഷെ അവനെ ഉപേക്ഷിക്കാൻ പറ്റാറില്ല, ഒരിക്കലും പറ്റാറില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? നമ്മളെവിടെ ഒരു സെന്റിമെന്റൽ തലം നമുക്ക് അവനോടുണ്ട്, അല്ലെ? പരസ്പരം അറിയാത്ത, അവർക്ക് മനസ്സിലാവാത്ത എന്തോ ഒരു അടുപ്പം അവർക്കിടയിലുണ്ടല്ലോ. ഇനി അതും അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ആ വ്യക്തിയെ നമുക്ക് ആഴത്തിൽ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. മൂല്യം, ഹ്യൂമാനിറ്റേറിയൻ, അവൻ അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് അങ്ങനെ അത് അവന്റെ കുഴപ്പമല്ല. അവന്റെ ഉള്ളിൽ ഒരു പവർ ഉണ്ട്, അവന്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അവനെ കൂടെ കൂട്ടുന്നത്. അങ്ങനെ ചിലപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാക്കുമായിരിക്കും, അല്ലേ? ചിലപ്പോൾ കുഴപ്പമുണ്ടാക്കുമായിരിക്കും. പക്ഷെ നമുക്കവർ കൂടെ വേണം, നമുക്കവർ കൂടെ വേണം. അതൊരു ശീലമുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ പോകുന്ന ചില സാധനങ്ങളിൽ ഈ മെന്റർമാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റാൾക്കാരോ ചൂണ്ടിക്കാണിക്കുന്ന അപകടകരമായ കൃത്യമായി തിരക്കഥ എഴുതി നടക്കുന്ന ആൾക്കാരുണ്ട്. പർപ്പസിബിളി തിരക്കഥ എഴുതി നടക്കുന്നതാണ്. ലോകത്ത് ഞാൻ വിചാരിക്കുന്നില്ല ആരും തിരക്കഥ എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ ഇവനെ പറ്റിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്രിമിനൽ വാസനയുള്ള, അസാമാന്യമായ ക്രിമിനൽ വാസനയുള്ള ആളുകളെ ഒഴികെ ബാക്കിയാരും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ടാണ് എല്ലാവരും അങ്ങനെ പെടുന്നത്. സാഹചര്യം വന്നാൽ നമ്മളും ഒക്കെ അങ്ങനെ വിട്ടുപോകും. ചിലപ്പോൾ ആയേക്കാം. എല്ലാവരും പെടാതെ ഒന്നിലേക്ക് അവർക്ക് ആ സാഹചര്യത്തിൽ അവർക്കേ അത് മനസ്സിലാവുള്ളൂ. നമുക്കിത് കാണുമ്പോൾ നല്ല രസമാണ്, വേറൊരുത്തൻ്റെ വേദന കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ സിഗ്നൽ എന്ന് പറയുന്നത് മറ്റൊരാളുടെ വേദന കാണാതെ മാറി നടന്നിട്ട് കൃത്യമായി എനിക്കതിൽ പങ്കില്ല, ഞാൻ അവൻ്റെ പരിപാടിയേ ഇല്ല, ഇങ്ങനത്തെ ആൾക്കാരെ ഞാൻ അടുക്കുകയില്ല, ഇതെൻ്റെ ഏർപ്പാടേ അല്ല, അതുകൊണ്ട് കൈയടി നടക്കുന്ന പിലാത്തോസുമാരുടെ പരിപാടിയല്ല, അതല്ല സിഗ്നൽ. ഇത്തരം ആളുകളെ കാണുകയും പരിഗണിക്കുകയും അവരെ കാണേണ്ട വിധത്തിൽ പരിഗണിക്കുകയും ചെയ്തിട്ട് അവരുടെ മുന്നിൽ മതിലുകൾ കെട്ടി ഉയർത്താതെ കാണാത്ത അദൃശ്യമായ ഒരു വേലി കെട്ടിയിട്ട് നിർത്തുക എന്നുള്ളത്. ഒരു വേലി അവർക്ക് കൊടുക്കേണ്ട ഗൈഡൻസ് കൊടുക്കാനും പറ്റും, എല്ലാം കൊടുക്കാനും പറ്റും. അവരങ്ങോട്ട് കടക്കുമ്പോൾ പെർമിഷനോട് കൂടി ഞാൻ ഈ വേലി ഒന്ന് തുറന്നു തന്നാൽ എനിക്ക് അങ്ങോട്ട് വരാമായിരുന്നു. ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ജിക്ക്, ആ ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് നമുക്ക് നിൽക്കാം. അത് ആരോഗ്യകരമായിട്ടുള്ളൊരു ബന്ധമാണ്. ഇതിനെയാണ് ഞാൻ SNR എന്ന് പറഞ്ഞത്, സിഗ്നൽസ് ആൻഡ് നോയ്സസ് റേഷ്യോ. സിഗ്നൽസ് ആൻഡ് നോയ്സസ് റേഷ്യോ, SNR. അത് നമുക്ക് കൃത്യമായി ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഏത് ബന്ധവും നമുക്ക് നല്ല ഭംഗിയാണ്. ചില ആൾക്കാരുണ്ട് വളരെ ഡിപ്ലോമസി കാണിച്ചുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് അളവിൽ കാര്യം പറയുകയും ചെയ്യും, ചിരിച്ചുകൊണ്ടൊക്കെ കാര്യം പറയും. പക്ഷെ അവർക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അവരാരെയും ഉപേക്ഷിച്ചൊന്നും പോകില്ല, അവരാരെയും ഒഴിവാക്കില്ല. എന്നാൽ അവരെല്ലാം എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കും.
അപ്പം നേരത്തെ ഡിസ്ട്രക്ഷൻ മോഡിലാണ് പല ആൾക്കാരുള്ളത്. അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ മൊത്തം അങ്ങ് തകർത്തേക്കാന്ന് വിചാരിക്കും. ഒരു ഇയാഗോ കോംപ്ലക്സ് അല്ലേ? എനിക്കില്ലാത്തത് ആർക്കും വേണ്ട, എനിക്ക് വേണ്ടത് എനിക്കുള്ളത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, അതങ്ങ് തകർത്തേക്കാം. എനിക്ക് വേണ്ടത് നിനക്കും വേണ്ടതേ. അതായത് നമുക്ക് കിട്ടുന്നത് മുഴുവൻ ഡേറ്റയാണ്. അതെ. ആ ഡേറ്റയെ നോളജായി മാറ്റുക, അല്ലെങ്കിൽ ഇത് എനിക്ക് നോളജാക്കി മാറ്റാം, അല്ലെങ്കിൽ ഇതിൽ എന്തെനിക്ക് നോളജാക്കി മാറ്റാം, ബെനിഫിഷ്യൽ ആക്കാം എന്നുള്ള സെൻസ് ഉണ്ടാവണം. അതിന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ഘടകങ്ങളൊന്നാണ് അനാവശ്യമായ റിലേഷൻഷിപ്പ്. ഇപ്പം സോഷ്യൽ മീഡിയ അഡിക്ഷൻ വലിയൊരു ഡിസ്ട്രാക്ഷനാണ്. അനാവശ്യമായിട്ട് വലിയ നോയ്സാണ്. കാരണം ചിന്തകൾ ചെതറിപ്പോവും. ആവശ്യമില്ലാത്ത ഒരു സാധനത്തിലും ഈ പറഞ്ഞുള്ള റീൽസിലും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് ഫോക്കസ് ഷിഫ്റ്റ് ഒരു എത്ര സെക്കൻഡ് 30 സെക്കൻഡ് കൊണ്ട് ഒരു സാധനം കണ്ടിട്ട് ഏതെങ്കിലും 10ാമത്തെ സാധനം നിങ്ങൾക്ക് ആദ്യം കണ്ടത് ഓർക്കാൻ പറ്റുമോ? അഞ്ചാമത്തെ ഓർക്കാൻ പറ്റില്ല. തൊട്ട് 9 കണ്ടത് പോലും ഓർക്കാൻ പറ്റുന്നില്ല. അപ്പം തലച്ചോറ് കംപ്ലീറ്റ് കൺഫ്യൂഷനിലാണ്. ഏതിൽ ഫോക്കസ് ചെയ്യണം, എന്നിട്ട് ട്രെയിനിങ് കൊടുക്കും. എങ്ങനെ ഇപ്പം യൂട്യൂബ് ഇപ്പം അവരൊരു സർക്കിളിൽ ഇറക്കി കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിന്റെ അകത്ത് ഈ സാധനം മാറ്റാൻ വേണ്ടിയിട്ട്, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവന്ന് കഴിഞ്ഞു. കൺസിസ്റ്റൻസി ഇഷ്യൂ ഭീകരമാണ്. അവർക്ക് നഷ്ടപ്പെടും, വ്യൂവേഴ്സിന് നഷ്ടപ്പെടും ഭാവിയിൽ. കാരണം ഇത് പ്രോബ്ലം ആകുമ്പോൾ സൈക്കോളജിക്കലി പ്രോബ്ലം ആവും, സൈക്കാട്രിയിലേക്ക് പോകും. അപ്പൊ വ്യൂവേഴ്സിന് നഷ്ടപ്പെടും. അപ്പൊ ഈ പറഞ്ഞ നോയ്സസ് കണ്ടമാനം ഏറും, സൊസൈറ്റിയിൽ നോയ്സസ് കണ്ടമാനമാകും. ഈ നോയ്സസിന്റെ ഭാഗമാണ് നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോഴോ ഒരു വീഡിയോ വരുമ്പോഴോ അതിനടിയിൽ ഈ പോയിട്ട് കമന്റ് തൊഴിലാളികൾ എന്ന് നമ്മൾ തമാശയിൽ വിളിക്കുന്ന കമന്റ് അടികളാണ് കേട്ടോ. ക്രിയേറ്റീവായിട്ട് ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ കമന്റ് വേണം. കമന്റ് എന്ന് പറയുന്നത് പ്രതികരണമാണ്, അത് നിർബന്ധമാണ്. പക്ഷെ ആ നിർബന്ധത്തിന് മുമ്പ് ഒരു ചിന്തിക്കാതെ ചാടിയിടുന്ന പരിപാടിയില്ലേ, അതിനാണ് നമ്മൾ നോയ്സ് എന്ന് പറയുക. ചിന്തിക്കാതെ, സിഗ്നൽസിൽ ചിന്തിച്ചേ പറയൂ. അതാണ് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് സിഗ്നൽസ് ഉള്ള ഒരാള് ചിന്തിച്ചേ പറയുള്ളൂ. അയാൾ സിഗ്നൽസിലാണ് നിൽക്കുന്നത്. ആലോചിച്ചിട്ട് അയാൾ വണ്ടി എടുക്കുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്നുള്ളത്. ചിലപ്പോൾ 1 മിനിറ്റ് എങ്ങാനും അവിടെ ചുവന്ന വെളിച്ചം വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അയാൾ വണ്ടി അപ്പം നടുറോട്ടി കിടക്കാൻ അയാൾ എടുക്കില്ല. അയാൾ ചിന്തിച്ചിട്ടേ എടുക്കുള്ളൂ. അപ്പം മറ്റേത് ചിന്തിക്കാതെയാണ് കമന്റ് പറയുക, ഈ സാധനങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത്. ഈ സൊസൈറ്റിയെ സംബന്ധിച്ചും ഇതിൻ്റെ ഒരു ഡിസ്ട്രാക്ഷന്റെ അങ്ങേയറ്റത്താ പോയി കിടക്കുന്നത്. സൊസൈറ്റിയാണ് നമ്മുടെ തലമണ്ട. അതിൽ നിറച്ച് വെച്ചിരിക്കുക ഈ സാധനം. അപ്പൊ നമുക്ക് വേണ്ടത് മാത്രം. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏറ്റവും വലിയ പ്രയാസമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ മാത്രമല്ല, വലിയ പ്രായമുള്ള ആളുകളെ വരും ബാധിച്ചിരിക്കുന്നതാണ് ഫോണോഗ്രാഫി. യങ്സ്റ്റേഴ്സിനെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു 45+ ഉള്ള ആൾക്കാരെ ബാധിച്ചിട്ടുണ്ട്. ഫോണോഗ്രാഫി അതിമാരകമാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗിനേക്കാളും വലിയ കില്ലർ ഡ്രഗാണെന്നേ. വലിയ ഇൻഡസ്ട്രി ആയി മാറിയിരിക്കുന്നു. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ എന്റെ മെന്ററായിട്ടുള്ള എനിക്ക് മെന്ററിങ് എൻ്റെ അടുത്ത് വാങ്ങിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ എന്താണ് സാർ ചെയ്യുക, അച്ഛന് 82 വയസ്സ് 83 വയസ്സായി, അച്ഛൻ ഇപ്പോഴും മാസ്റ്റർബേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ അത് അച്ഛന്റെ അവകാശമല്ലേ, അപ്പൊ അതൊരു തെറ്റായിട്ട് നീ കാണേണ്ട കാര്യമില്ല, അതല്ല അത് കാര്യം. അപ്പം പെട്ടെന്ന് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഇതിനേക്കാളും അപ്പുറത്ത് എത്രയോ മാരകമായ രീതിയിലാണ് സെൻസ് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ സംവേദനക്ഷമത നഷ്ടപ്പെട്ട ബ്രെയിനുമായിട്ട് നമ്മുടെ ആളുകൾ 85 വയസ്സിൽ ഇത്ര ആരോഗ്യവാനായ ഞാൻ അതാ കണ്ടത്. ഇത്ര ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നില്ലേ. നമുക്ക് അത് അങ്ങനെ പെരുമാറാനും അങ്ങനെയൊക്കെ കാണാനും അത് ചർച്ച ചെയ്യാനും പറ്റുന്ന നമ്മളിപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സൊസൈറ്റിയിൽ ഇരിക്കുകയല്ലേ ചർച്ച ചെയ്യണം. എന്ത് സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് ആലോചിച്ചു. 85ാമത്തെ വയസ്സിൽ ശരീരത്തിന് ഓജസ്സുള്ള ഒരാൾക്കല്ല അതിന് അങ്ങനെ തോന്നാൻ പറ്റുള്ളൂ. ആ കുട്ടി അത് പറഞ്ഞു, ശരിയാണ്, അയ്യോ സത്യമാണല്ലോ, അവർക്കത് മനസ്സിലായി. 50 വയസ്സ് എത്തുമ്പോഴത്തേക്ക് ഇതിനുള്ള എബിലിറ്റി ഇല്ലാതാവുന്നത് ഒരു മുഖ്യ വിഷയമാണ്. അതൊരു വലിയൊരു ചികിത്സാ പദ്ധതിയായിട്ട് ലോകം മുഴുവൻ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. സെക്സോളജിസ്റ്റ് അല്ലേ, അതിന് മാർഗങ്ങൾ പറയുന്നു, മരുന്നുകൾ സൃഷ്ടിക്കുന്നു, എക്സസൈസുകൾ. അപ്പൊ ആ സ്ഥലത്ത് ഇയാളെ നമ്മൾ ഇപ്പൊ ഈ സ്ക്രീനിൽ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. തീർച്ചയായും ഞാൻ പറഞ്ഞപ്പോൾ അത് അവർ അംഗീകരിച്ചു. എനിക്കത് വലിയ സന്തോഷമായിട്ട് തോന്നി. ഞാൻ പറയുന്നത് ഈ ഡിസ്ട്രാക്ഷൻ, ഈ പോണോഗ്രാഫിക്ക് അഡിക്ഷൻ ആയിട്ടുള്ള കാര്യം, ഇത് ഡോപ്പാമൈൻ ആദ്യത്തെ കാഴ്ചയിലോ 2ാമത്തെ കാഴ്ചയിലോ 3ാമത്തെ കാഴ്ചയിലോ ഡോപ്പാമൈൻ ഉണ്ടാക്കിയിട്ട് ഈ ഡോപ്പാമൈൻ ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ട് വന്ന് കുറെ കഴിയുമ്പോൾ വലിയൊരു വ്യവസായമായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വലിയ പോപ്പുലർ ആയിട്ടുള്ള ആള് പറഞ്ഞു, റോബിൻജി എനിക്ക് വലിയ അഡിക്ഷനാണ്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ട്. കുറെ വർഷം മുമ്പാണ് അയാൾക്കന്നും ആ കൃത്യമായ ഇടപെടലിലൂടെ അത് വെച്ചുകൊണ്ട് തന്നെ അയാളെ ഫോക്കസ് പെട്ടെന്ന് മാറ്റി. എന്റെ ജിക്ക് നേരം വെളുക്കുന്നത് 2 മണി 3 മണി വരെയൊക്കെയാണ് ഈ കുട്ടികളൊക്കെ പലപ്പോഴും ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഈ ടോയ്ലറ്റിലൊക്കെ കയറി ഇരിക്കുന്ന, അവര് എന്താണ് നീ കയറാത്ത, എത്ര നേരം ഈ കുളിക്കാൻ കയറിയിട്ട് ഇറങ്ങാത്തത് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇത് തുറക്കാൻ ശ്രമിക്കാറുണ്ടോ? കയറി അപ്പം വാതിൽ കുറ്റിയിടും.
മുറിയിൽ കയറിയാൽ അപ്പം വാതിലിൽ കുറ്റിയിടുന്നേ. നമ്മളൊക്കെ കുറ്റിയിട്ടാണ് ഇരുന്നിരുന്ന് ഒരു അപകടം പറ്റിയാൽ കുത്തി പൊളിക്കേണ്ടി വരും. ഇവരെന്താ ചെയ്യുന്ന അകത്ത്? അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈ കടത്തുന്നൊന്നുമില്ല, സത്യമായിട്ടും വേണ്ട. പക്ഷെ എന്തിനാണ് കയറിയ വഴി അടച്ചിട്ട് ടക് ടക് ഒരു കുറ്റി കേട്ട? അല്ലെ ഫോൺ പുറത്ത് വെച്ചിട്ട് പോകാം. അല്ല, ഫോൺ പുറത്ത്. ഞാൻ പറഞ്ഞ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ആ ഏകാന്തമായി നിൽക്കുന്ന സമയത്ത് അതിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതമെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഇത് നോയ്സസ് ആയിട്ട് തിരിച്ചറിയണമെന്ന് ഞാൻ പറഞ്ഞു. ഈ നമ്മളിപ്പോൾ ഈ നോയ്സസും സിഗ്നൽസിനെ പറ്റി സംസാരിക്കുക, നമ്മൾ പോണോഗ്രാഫി പറയത്തി, ഈ പ്രോപ്പറായ സിഗ്നൽസ് നമുക്ക് ലൈംഗിക വിദ്യാഭ്യാസത്തിൽ കിട്ടിയാൽ ഇതൊരു പരിധിവരെ ഈ നോയ്സിനെ ഒഴിവാക്കി. ഞാൻ അതിനകത്ത് നല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പഴയ കാലത്തെ കച്ചിയും കൊണ്ട് വൈക്കോൽ മേഞ്ഞ വീടാണ്. ഞാനിപ്പോൾ വർഷങ്ങൾക്ക് 50 വർഷം മുമ്പുള്ള കാര്യമായി പറയുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ തട്ടും പുറത്ത് ചെറിയൊരു ഡ്രങ്ക് പെട്ടിയുണ്ട്, ഇരുമ്പിന്റെ പെട്ടി. അപ്പൊ അതിലാണ് ഫാദറിന്റെ ഈ ലൈസൻസ്. അങ്ങനെ മറ്റേ അലമാര പോലും ഓരോ വലിയൊരു അലങ്കാരമാണ്. ഇത് ആർഭാടം. അത് സൂക്ഷിക്കുന്ന സ്ഥലം ആർഭാടമാണ് അലമാര എന്നൊക്കെ പറയുന്നത്. അപ്പോ ആ പെട്ടിക്കകത്ത് എന്താണ് ഉള്ളതെന്ന് രഹസ്യമായിട്ട് അറിയാൻ വേണ്ടി ഞാനൊരു ദിവസം എൻ്റെ അച്ചാച്ചൻ ഇല്ലാത്തപ്പോൾ ഞാൻ ഇതിന്റെ മുകളിൽ കയറി, തട്ടുംപുറത്ത് കയറി നോക്കി, തുറന്നു. ഭാഗ്യത്തിന് ഒരു ദിവസം അത് അടഞ്ഞിട്ടില്ല, അതിന് പൂട്ടിയിട്ടില്ല. അപ്പൊ നോക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ വാത്സ്യായനന്റെ കാമശാസ്ത്രം കാണുന്നത്. അപ്പൊ എടുത്തു. അതിലാണ് ഫസ്റ്റ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പൊ ഞാനിത് വലിയ കൗതുകപൂർവ്വം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വായിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് വെച്ചാൽ ചെറിയ ഈ കച്ചിയുടെ മുകളിൽ കൂടെ ചെറിയ വിടവുണ്ടാക്കി ഞാൻ. വേനൽക്കാലം വിടവ് ഇത് വെള്ളം കയറില്ല, അപ്പൊ ഇരുട്ടല്ലേ അവിടെ. അപ്പൊ എന്നിട്ട് ഞാൻ വിടവുണ്ടാക്കിയിട്ട് ആ വിടവിൽ ഇങ്ങനെ എനിക്ക് ആ വെളിച്ചം കൊണ്ട് ഇതാ ഈ ലൈറ്റ് പോലെ ഇരിക്കും. അവിടെ നിന്നാണ് ഞാനിത് ഇങ്ങനെ വായിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറും. അപ്പൊ ഏതാണ്ട് ഒരാഴ്ചത്തേക്ക് പുള്ളി അവിടെ കയറി പൂട്ടിയൊന്നുമില്ല. ഇതിപ്പോ എല്ലാ ആഴ്ചയിലും വായിക്കൊന്നുമില്ല, എപ്പോഴോ വായിച്ചിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. പുസ്തകം കിട്ടി സൂക്ഷിച്ചു. പുസ്തകം കിട്ടി സൂക്ഷിച്ചു. താഴെ എനിക്ക് വെക്കാനൊരു പേടിയുണ്ട്. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, എടാ ഇങ്ങനെ എങ്ങനെയുണ്ട് വായിച്ചിട്ട്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആകെ പരിമി. ഞാൻ പറഞ്ഞു, അല്ല ഞാൻ പുസ്തകം വായിച്ചു, പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചോദ്യ പേപ്പറൊക്കെ ഉണ്ട്, കുറെ ഉണ്ടെന്നാ ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ടീച്ചർ പറഞ്ഞല്ല, മുകളിൽ കയറിയിട്ടുള്ള മറ്റേ വാത്സ്യായനന്റെ പുസ്തകം വായിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് ഉരുകിപ്പോയി. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതൊക്കെ സമയത്ത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ഒരു ഓർമ്മ എനിക്കുണ്ട്. എനിക്ക് ഈ കഥ റോബിൻജി പറയുമ്പോൾ ഒരു പക്ഷേ കഥ കേൾക്കുന്ന പ്രേക്ഷകർ എങ്ങനെ ധരിക്കുമെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഇതിലൊരു വലിയ ഇൻഫർമേഷൻ കിട്ടിയ ഒരു കാര്യമുണ്ട്. ഒരു ദിവസം എൻ്റെ വീട്ടിൽ വലിയ വഴക്ക് നടക്കുന്നു. അപ്പം അമ്മ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പം അമ്മ ചേട്ടനെ വഴക്ക് പറയുകയാണ്. വീട്ടിൽ പൂജാമുറിയിൽ ഭാഗവതം, രാമായണം ഒക്കെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ബുക്ക് കൂടി ഇരിക്കുന്നു. ഇത് ഈ വാത്സ്യായനന്റെ കാമസൂത്രമാണ്. അപ്പൊ അമ്മ എത്ര വയസ്സുണ്ട്? ഇത് എനിക്ക് തോന്നുന്നു ചേട്ടന് 14-15 വയസ്സുള്ള സമയം. അല്ല, ഇത് ഇതിന്റെ മറുപടി കേട്ടാൽ എന്റെ ചേട്ടന്റെ റേഞ്ച് കേട്ടോണം. അതായത് വലിയ പ്രശ്നമായി. അമ്മ പരമ്പരാഗതമായ കുലശ്രീ നായർ ശ്രീ ആണല്ലോ. അപ്പൊ ഇത് പൂജാമുറിയിൽ ഇത് വന്നു പറഞ്ഞ അമ്മ കരയുന്നു, ബഹളം വെക്കുന്നു, ദൈവമേ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ ചേട്ടൻ അനങ്ങാതിരിക്കുക. ചേട്ടൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അമ്മേ, ചേട്ടൻ വളരെ ചെറുപ്പത്തിലേ പറഞ്ഞ മറുപടിയാണ്. അവിടെ രാമായണമുണ്ട്, ഭാഗവതമുണ്ട്, ഈ ബുക്കുണ്ട്. ഇതിലെല്ലാം അക്ഷരങ്ങളേ ഉള്ളൂ, ബാക്കി നമ്മുടെ ബ്രെയിനിലാണ്. ഭയങ്കര ഇൻഫർമേഷൻ അല്ലേ അത്? ഇങ്ങനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് അതൊരു ഞെട്ടിക്കുന്ന. അമ്മയുടെ കാരണം ഈ പുസ്തകം പൂജാമുറി വന്നു എന്നുള്ളത്, ഈ വീടിന് എന്തോ ദോഷം വരാൻ പോവാണ്, ഈ വീട്ടിലെ ദൈവാധീനം നഷ്ടപ്പെടാൻ പോവാണ്, ഇവിടെ വർഷങ്ങളായി നിർത്താതെ വിളക്ക് കത്തിക്കുന്ന വീടാണ്, മനസ്സിലായത് ദൈവം ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് അമ്മ പ്രശാന്ത് ചേട്ടനെ തോളെ കയറി കൊന്നോണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റ മറുപടി. പിന്നെ ഞാൻ നോക്കുന്നത് മിണ്ടാതെ അമ്മ അടുക്കളയിൽ പോയി പണിയെടുക്കുന്ന. ഇതല്ലേ കാമാക്കിയിൽ ചെന്നാൽ കാമാക്കിയിലെ ശിലകൾ. പക്ഷെ അതൊന്നും അമ്മയെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതല്ലേ ഇതിനെല്ലാം അവിടെ ക്ഷേത്രത്തില് ഖജുരാവോ. അതായത് ഇതിനകത്ത് എന്താണ് നമ്മൾ എടുക്കേണ്ടത്, എന്താണ് ഗോപ്യമായി കാണേണ്ടത്, എന്താണ് സഭ്യമായി കാണേണ്ടത്, ലൈംഗികതയിൽ സഭ്യത എന്താണ്, അസഭ്യത എന്താണ്, പോൺ വീഡിയോ നമ്മളെ എന്ത് ഗുണം ചെയ്യുന്നു അല്ലെ എന്ത് ദോഷം ചെയ്യുന്നു എന്നുള്ളതൊക്കെ സിഗ്നൽസും നോയ്സസിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം. സൊസൈറ്റിയിൽ ആ ഒരു ചേഞ്ച് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പം നിരീക്ഷിക്കുമ്പോൾ ഈ പെൺകുട്ടികളിലൊക്കെ വന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് അവരുടെ വസ്ത്രധാരണത്തിൽ അതിഗംഭീരമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അവർ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇപ്പം ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. കണ്ടിട്ടില്ലേ? സ്ലീവ്ലെസ് ആണ് 99% കുട്ടികളെല്ലാവരും, മുതിർന്നവരും എല്ലാവരും. എന്നിട്ട് അവരിവിടെ ടാറ്റു ഒക്കെ അടിക്കും.
ഇപ്പൊ എന്റെ ഭാര്യയൊക്കെ ഇവിടെ ടാറ്റു അടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവ്ലെസ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്ലീവ്ലെസ് പണ്ട് നമ്മൾക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു സംഗതി ഉണ്ട്. അത്ര ഇതായിട്ടാണ് ഇപ്പൊ കോമൺ ആണ് നമുക്ക്. പണ്ട് കളിയാക്കിയോ അവന്റെ സ്ലീവ്ലെസ് ഇരുന്ന ഭാര്യ ഷോർട്സ് ഇട്ടിട്ടാണ്. ഞാൻ മലമ്പള്ളി നാളിലൊക്കെ പോകുമ്പോൾ വൈകുന്നേരവും രാവിലെ ഒക്കെ പോകുമ്പോൾ എല്ലാവരും ഷോർട്സ് ഇട്ടിട്ടാണ്. 50 വയസ്സും 60 വയസ്സുള്ള ആൾക്കാരൊക്കെ ഷോർട്സ് ഇട്ട് പോകുമ്പോൾ നമ്മളതൊരു ഒരു നിത്യ കാഴ്ചയാണ്. നാട്ടുമ്പുറങ്ങളിൽ വരെ നിത്യ കാഴ്ചയാണ് ആ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു ഫിസിയോളജിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കാണുന്ന രീതിയിലും സമൂഹത്തിന്റെ ദൃഷ്ടിയിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഈ നമ്മളിപ്പോ പറഞ്ഞ ഈ ഫോൺ അഡിക്ഷൻ ആണെങ്കിലും ശരി, ഫോൺ അഡിക്ഷൻ ആണെങ്കിലും ശരി, ഇത് രണ്ടും ഇതൊക്കെ നോയ്സസ് ആണ്. ഈ നോയ്സസ് നമുക്ക് പുറത്തു വരാനുള്ള പിന്നെ ഡീടോക്സിങ് പരിപാടി പലതും ഉണ്ട്. അപ്പൊ ഡീടോക്സ് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് ഇപ്പം ഫോൺ ഡീടോക്സിഫിക്കേഷൻ അല്ലെ, ആ സാധനം വലിയൊരു ചലഞ്ചായിട്ട് തന്നെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്, ആളുകൾ നടപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണ് മാറ്റി വെച്ചിട്ടുള്ള ഫോൺ എന്നുള്ള ഡിസ്ട്രാക്ഷൻ മാറിക്കൊണ്ടുള്ള പരിപാടികൾ. അപ്പൊ നമുക്ക് മെയിൻലി ഇത് തന്നെയാണ് കാര്യം, നമ്മുടെ വ്യക്തത, ക്ലാരിറ്റി എന്ന് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് വേണ്ടതിനോടുള്ള നമ്മുടെ ക്ലാരിറ്റി, അത് ആശയവിനിമയത്തിൽ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, പറയാനുള്ളത് എന്താണ്, അതിന് ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങളുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകണം, ലക്ഷ്യം വെക്കുന്ന കാര്യത്തിന് ക്ലാരിറ്റി ഉണ്ടാകണം. ആ ക്ലാരിറ്റി കൃത്യമായി നിങ്ങൾക്ക് എപ്പോൾ വരുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ നോയ്സസ് പതുക്കെ ഇല്ലാതാവാൻ തുടങ്ങും. പതുക്കെ ഞങ്ങൾ കട്ടായി പോകും. നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുമ്പം ആ ക്യാമറ, ആ വണ്ടി ഏതായിരുന്നു? പിന്നെ മിനി കൂപ്പർ ആദ്യം ജിക്ക് ഒരു മിനി കൂപ്പർ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ മിനി കൂപ്പർ വാങ്ങുന്നതിനെ പറ്റി ചർച്ച ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അതാ മിനി കൂപ്പർ. അല്ല, അടുത്ത 5 മിനിറ്റിന് നമ്മൾ 4 മിനി കൂപ്പർ കേരളത്തിലുണ്ടോ നമ്മൾ ചിന്തിച്ചില്ലേ? അപ്പൊ നിങ്ങളെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആണ് ഇതിന് കാരണം. നിങ്ങൾ RS സെറ്റായി, മിനി കൂപ്പർ കംപ്ലീറ്റ്, നിങ്ങൾ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു കാണുകയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ എന്താണോ എയിം ചെയ്യുന്നത് അതിന് ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഇമേജ് ആയിട്ട് നിങ്ങളെ സബ് കോൺഷ്യസ് ലെവലിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ തോട്ട് പ്രോസസ്സിലോ തോട്ട് അത് മാനിഫെസ്റ്റേഷൻ വരും. ആ മാനിഫെസ്റ്റേഷൻ വരുമ്പോൾ നിങ്ങളെ സിഗ്നൽസിനെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങൾ മിനി കൂപ്പറുകൾ, സിഗ്നൽ ആവുന്ന മിനി കൂപ്പറുകൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കും. അതായത് ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ നമുക്കിപ്പോൾ ഒരു ടെക്നിക്സ് വെച്ചിട്ട് ഒരാളെ നമുക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യിക്കാൻ പറ്റും. അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ. പക്ഷെ ഇവിടെ എല്ലാത്തിലും നമ്മൾ എല്ലാ ടെക്നിക്സും അപ്ലൈ ചെയ്ത് അവരെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് വെക്കുക. പക്ഷെ ആ കുട്ടി അതിനകത്ത് ഒരു പുതപ്പിന്റെ ഇടയിൽ ഉള്ളിലൊരു ചിന്തയുണ്ടല്ലോ, ചിന്തയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മളോട് കാണിക്കുന്നത് ചിലപ്പോൾ ചെയ്തു എന്നായിരിക്കും, പക്ഷെ അകത്തൊരു ചിന്തയുണ്ട്. ഈ ചിന്ത പലപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ ഈ കാര്യം പറയാറുണ്ട്. നമ്മൾ കണ്ണടച്ചിട്ട് എന്താഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കും, എൻ്റെ ഓപ്പോസിറ്റ് വരും, എൻ്റെ ശത്രുവിന്റെ മുഖം അവിടെ വരും. അല്ല, അവിടെ ഒരു ചെറിയ പ്രോഗ്രാമിംഗ് ഇഷ്യൂ ഉണ്ട്. അവിടെ നോയ്സും. നീ ഒരു കാര്യം ചെയ്തോളൂ, പണ്ടൊരു സ്വാമിയുടെ കഥ, ഞാൻ ഈ തരുന്ന മന്ത്രം പോയി 1000 തവണ ജപിച്ചോളൂ, പക്ഷെ ഒരു കാര്യം, ജപിക്കാനിരിക്കുമ്പോൾ കുരങ്ങനെ ഓർക്കരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ഗൈഡൻസ് കൊടുക്കുന്നതോ അല്ല ഗൈഡൻസ് കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് ഉള്ള ഒരു ഗുരുവോ അല്ലെങ്കിൽ ഒരു ഗുരുതുല്യനായ മനുഷ്യനോ അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരാളോ ഗൈഡൻസ് കൊടുക്കുന്നതിന്റെ പ്രശ്നമാണ് അവിടെ ഉള്ളത്. ബ്രെയിൻ റീവയറിംഗ് നടത്തപ്പെടുന്നുണ്ട്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി അല്ലെ, ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ് സംഭവിക്കേണ്ടത്. അതപ്പോ ആ കുട്ടി അത് അങ്ങനെ നോക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ബ്രെയിൻ ട്രെയിൻഡ് ആണ്, ഓൾറെഡി അവിടെ പ്രോഗ്രാം അവരുടെ സ്ട്രോങ് ആയി കിടക്കുന്നു. പ്രോഗ്രാമിനെ എടുത്തു കളയാവുന്ന അത് നമ്മൾ അതിന്റെ വിദഗ്ധരോട് അതൊന്ന് വിട്ടു നിൽക്കാന്നുള്ള, അതിന് മാറ്റി നിർത്താന്നുള്ള കേട്ടോ. ആ ഫോൺ എടുത്ത് മാറ്റി നിർത്തിയാലും അവിടെ ഉള്ളിൽ ഫോൺ എടുത്ത് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം. കുറച്ച് മുമ്പ് നമ്മൾ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീണ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. അതായത് അറിഞ്ഞോ അറിയാതെ നമ്മൾ വീണ്ടും സെക്സിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ സെക്സോളജിയിലേക്ക് എത്തുന്നു. വീണ കൗൺസിലറോടാണ്. അപ്പോൾ വീണ ഒരു കുട്ടിക്ക്, വളരെ ചെറുപ്പത്തിലെ കുട്ടി ഒരു മൾട്ടിപ്പിൾ ടൈംസ് ആ കുഞ്ഞ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ അമ്മ പരാതിയായി കൗൺസിലിങ്ങിനായിട്ട് വീണയുടെ അടുത്ത് എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പല കാര്യങ്ങൾ നോക്കി ശരിയാവുന്നില്ല. അപ്പം ഞാനൊരു വീണ തന്നെ പറയാം വെക്കേഷനാണ്. അപ്പം ഞാനവരോട് പറഞ്ഞു, വെക്കേഷൻ ടൈം അല്ലേ, ഒരു കാര്യം ചെയ്ത് നമുക്കൊരു ഫുട്ബോൾ കോച്ചിങ്ങിന് വിടാമെന്ന് പറഞ്ഞു. അപ്പം ഫുട്ബോൾ കോച്ചിങ്ങിന് വിട്ടു. ആദ്യത്തെ നല്ല കുറച്ച് വണ്ണമുള്ള കുട്ടിയാണ്. ആദ്യത്തെ 1-2 ദിവസം വയ്യ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചപ്പോൾ ഇപ്പൊ വരാം, അയ്യോ ഞാനത് ആക്ച്വലി മറന്നു എന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ടിരിക്കുന്ന കുട്ടിയാ. ഇതൊരു പ്രോപ്പർ ഗൈഡൻസ് ആണ്, മനസ്സിലായില്ല. ഒന്ന് ആരോഗ്യമുള്ള സമയത്ത് കുഞ്ഞുങ്ങൾ ഇതൊക്കെ ചെയ്യും, പ്രോപ്പറായി ഷിഫ്റ്റ് ചെയ്യുക. അവന് ഹെൽത്ത് ഉണ്ട്, അവൻ വൈബ്രന്റ് ആണ്. ആ വൈബ്രൻസി ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ എനർജി എന്ന് പറഞ്ഞ പോലെയാണ് വീണ. ഇതിനകത്ത് ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രക്രിയയുണ്ട്. അതായത് നമ്മൾ റേഡിയോ ട്രാൻസ്മ്യൂട്ട് ചെയ്യുക, ഒരു സ്ഥാനത്ത് നിന്ന് വേറെ ഒന്നിലേക്ക് മാറുന്നതിനാണല്ലോ ട്രാൻസ്മ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൽ ആയിട്ടുള്ള ചിന്തകളെ ട്രാൻസ്മ്യൂട്ട് ചെയ്തിട്ട് മറ്റേതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വലിയ സൂപ്പർ വിജയം കൈവരിക്കുന്നവരൊക്കെ ഈ അവസ്ഥയാണ്. എനർജി എടുത്ത് അവിടെ ഉപയോഗിക്കാം, ഈ എനർജി അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യും. ചെയ്യാം. ഇതിപ്പോ ഏത് പ്രായമുള്ള ആളാണെങ്കിലും, ഇപ്പൊ ഈ കുട്ടികളാണെങ്കിൽ അവർ 2 ടൈംസോ 3 ടൈംസോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ പഠനത്തിലേക്ക് അവർ വലിയ തോതിൽ ഫോക്കസ്ഡ് ആവും. അവിടെ നോയ്സ് എന്ന് പറയുന്നത് അവൻ ആവശ്യമില്ലാതെ ഈ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതാണ് നോയ്സ്. മറിച്ച് സിഗ്നൽ എന്താന്ന് ചോദിച്ചാൽ അവന്റെ എനർജിയെ പ്രോപ്പറായി ഡൈവേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സിഗ്നൽ. അതിന് ചാല് കീറി ഇങ്ങോട്ടേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇതാണ്. ഓക്കെ, എന്തായാലും റോബിൻ ചേട്ടാ, ഇതിപ്പോ ഈ നോയ്സും സിഗ്നലും തിരിച്ചറിയുന്നത് ഒരു സിദ്ധിയാണ്. അതെ, മനസ്സിലായി. നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ആറാം ഇന്ദ്രിയം അതായത് അവബോധം, ഉള്ളിലുള്ള ഇൻസൈറ്റ്സ്, ആ ഇൻസൈറ്റ്സ് കൊണ്ട് നമ്മൾ ആളുകളെ മനസ്സിലാക്കുക. മറ്റുള്ളവർ പറഞ്ഞിട്ട് അവൻ കേടാണ്, അവൻ ചീത്തയാണ്, അവനെ പരിഗണിക്കരുത് പറയുന്നതിന് പകരം നമ്മുടെ ഒരു ബോധമുണ്ട്. ആ ബോധത്തിൽ വെച്ചിട്ട് അവനെ ചിലപ്പം നേരെ തിരിച്ചായിരിക്കും. എന്തിനാണ് വെറുതെ ഒരാളെ മാറ്റി നിർത്തുന്നത്? അങ്ങനെ നമുക്ക് കാണാൻ പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള നോയ്സസിനെ മാറ്റി നിർത്തിക്കൊണ്ട് സിഗ്നൽസിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയും ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റും. സിഗ്നൽസ് തേടി തുടങ്ങിയാൽ സിഗ്നൽസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മിനി കൂപ്പർ കണ്ട പോലെ സിഗ്നൽ നിങ്ങൾ വേണ്ടത് തേടാൻ തുടങ്ങും, അത് തന്നെ വന്നുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ പ്രേക്ഷകരോട് പറയട്ടെ, ഇതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ സിഗ്നൽ ആഗ്രഹിച്ചു തുടങ്ങുക, സിഗ്നൽ തേടി തുടങ്ങുക, വന്നുകൊണ്ടേയിരിക്കും. അതുവരെ നമ്മൾ നോയ്സിൽ കിടന്ന് കുഴഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വേണ്ട സിഗ്നൽ പ്രകൃതി നൽകട്ടെ, ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. റോബിൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. വീണ, താങ്ക് യു. This episode is powered by Visar Group of Institutions, Kochi.